വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് ഒരു സ്പിരിച്വൽ റീഡിംഗ് ആണ്. കംപ്ലീറ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല, രണ്ടും മിക്സ് ആയിട്ടാണ് വരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജേണി, നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭൗതിക ജീവിതത്തിൽ തന്നെ ആയിരിക്കാം. പക്ഷേ നിങ്ങളൊരു ചൂസൺ വൺ ആണെങ്കിൽ നിങ്ങളുടെ മേലെ യൂണിവേഴ്സിന് ഒരു പ്രത്യേകമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും. അതായത് ഏതിലോട്ടേക്കെങ്കിലും യൂണിവേഴ്സിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻറ്റൻഷൻ വച്ചിട്ട് ചില വ്യക്തികളെ തിരഞ്ഞെടുക്കും. അതായത് സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യാനോ എന്തെങ്കിലും ആയിട്ട് ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഒരു ജേണിയുമായിട്ട്, നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിന് എന്താണ് പ്ലാനിങ് ഉള്ളതെന്നാണ് ഈ ഒരു റീഡിംഗ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സും അതുപോലെ ഹയർ ഓഫ് എൻഡും. രണ്ടും നമ്പേഴ്സ് വരുന്നത് 5 ആണ്. 5 ഓഫ് കപ്സിൻ്റെ നമ്പർ 5 ആണ്, അതുപോലെ ഹയർ ഓഫ് എൻഡിൻ്റെ നമ്പർ 5 ആണ്. ഹയർ ഓഫ് എൻഡ് മേജർ ആൾക്കാരുടെ കാർഡാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുപോകുന്നത്, യൂണിവേഴ്സിന് നിങ്ങളുടെ മേലെ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നിങ്ങളെ ഇമോഷണലി കുറച്ച് ഡാമേജ് ആക്കിയിട്ട്, അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കും. അതാണ് ഇവിടെ 2 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ട് നിങ്ങളെ ഈ ഹെർമിറ്റ് എനർജിയിലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതായത് ഹെർമിറ്റ് എനർജിയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൻ്റെ ഓവറോൾ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡക്ക്, ഹെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത് ആത്മീയപരമായിട്ടുള്ള കാർഡാണ്. ഈ ഡക്കിൽ ഈ കാർഡാണ് ആത്മീയപരമായിട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ ഈ ഹെർമിറ്റ് എനർജിയിലോട്ടേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുവരുന്നത്. അതായത് നിങ്ങളെ സ്പിരിച്വലി അവേക്കണിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട മുന്നോട്ടേക്കുള്ള വഴി കാണിച്ചു തരും. പക്ഷേ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുക എന്ന് പറയുന്നത് ഈ ഹെർമിറ്റ് കാർഡിൽ മനസ്സിലാകും, താഴോട്ടാണ് ഈ ഒരു സന്യാസി നോക്കുന്നത്. ഹെർമിറ്റ് എന്ന് പറയുന്നത് സന്യാസിയാണ്, മുനി, അതുപോലെ മെൻറ്റർ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ സന്യാസി നോക്കുന്നത് താഴോട്ടേക്കാണ് നോക്കുന്നത്. അപ്പം മുന്നോട്ടേക്കല്ല, നേരെ മുന്നോട്ടേക്കല്ല നോക്കുന്നത്. നോർമലി ഒരാൾ നടന്നു പോകുമ്പോൾ നേരെ മുന്നോട്ടേക്കാണ് വഴി നോക്കുക. ആ മുന്നിൽ ആ ലക്ഷ്യം വെച്ചിട്ടാണ് ആ ഒരു ആൾ പോവുക. പക്ഷേ ഈ സന്യാസി ഇവിടെ നേരെ മുന്നിലോട്ടേക്കല്ല, താഴോട്ടേക്കാണ് നോക്കുന്നത്. ആളുടെ കയ്യിൽ ഒരു വഴിവിളക്കും ഉണ്ട്. അപ്പോൾ ഈ വഴിവിളക്ക് അവിടെ ഉണ്ട്, പക്ഷെ അത് അത്രക്ക് അങ്ങോട്ട് പ്രകാശിക്കുന്നില്ല. ഇത് നമുക്ക് ആ ഒരു കാല് എടുത്തു വെക്കുമ്പോൾ, ആ ഒരു കാലെടുത്ത് വെക്കുന്ന ഭാഗം മാത്രമാണ് അവിടെ പ്രകാശം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ സന്യാസി താഴോട്ടേക്ക് നോക്കുന്നത്. അതായത് മുന്നോട്ടേക്ക് എന്ത് എന്നറിയില്ല, മുന്നോട്ടേക്ക് ഒരു ലക്ഷ്യമില്ല, എന്താണ് മുന്നോട്ടേക്ക് എന്നുള്ളത് അറിയില്ല. ഇപ്പം നമ്മൾ കാലെടുത്ത് വെക്കേണ്ട ആ ഒരു ഭാഗത്ത് മാത്രമേ വെളിച്ചമുള്ളൂ, ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ സന്യാസി നോക്കുന്നതും. ഇപ്പം നമ്മൾ വഴി നടക്കേണ്ട ആ ഒരു ഭാഗത്ത് മാത്രമാണ് ആ വഴിവിളക്ക് പ്രകാശം കാണിക്കുന്നതും. ഈ സന്യാസി നോക്കുന്നതും ആ കാലെടുത്ത് വെക്കേണ്ട ആ ഭാഗം മാത്രമാണ്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാനാണ് പറയുന്നത്. മുന്നോട്ടേക്ക് നോക്കണ്ട, മുന്നോട്ടേക്കുള്ള കാര്യം യൂണിവേഴ്സ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. മുന്നോട്ടേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾ, ഈ ഒരു ലൈവായിട്ട് ഈ ഒരു മൊമെൻറ്റ്, ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനാണ് പറയുന്നത്. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് വഴി നടത്താൻ വേണ്ടി
വേണ്ടി വഴിവിളക്കായിട്ട് നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനിയിലോട്ടേക്ക് നിങ്ങളെത്തും. ബാക്കിയൊക്കെ യൂണിവേഴ്സിൻ്റെ പ്ലാനാണ്, ലക്ഷ്യമൊക്കെ യൂണിവേഴ്സിൻ്റെ പ്ലാനാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് കൃത്യമായിട്ട് ഇവിടെ ഹെർമിറ്റ് എനർജിയിൽ കാണിക്കുന്നുണ്ട്. ആ സന്യാസി താഴെ നോക്കുന്നത് കാണിക്കുന്നത് തന്നെ ആ മുന്നോട്ടേക്ക് എടുത്തു വെക്കേണ്ട കാലെടുത്ത് വെക്കേണ്ട ആ വഴി മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു മൊമെൻറ്റ് മാത്രം ശ്രദ്ധിക്കാനാണ് ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങളോട് പറയുന്നത്. ഇത് ഓവറോൾ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഓവറോൾ ആയിട്ട് ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ യൂണിവേഴ്സ് കൂട്ടിക്കൊണ്ടു പോകുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വഴിയിലാണ്. അതാണ് ഇവിടെ ഹെർമിറ്റ് എനർജി ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ടേക്കുള്ള വഴി എന്താണെന്നോ ഏതാണെന്നോ ഏത് പ്രാക്ടീസ് ചെയ്യണമെന്നോ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ദൈവം ഇപ്പം നിങ്ങൾക്ക് എന്താണോ ഇപ്പം നിങ്ങളുടെ മുന്നിലിട്ട് തന്നിരിക്കുന്ന പ്രാക്ടീസ് അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. അതുമായിട്ട് പോകുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ടേക്ക് ഡെസ്റ്റിനിയിലോട്ടേക്ക് നിങ്ങൾ കണക്റ്റ് ആവും. മാത്രമല്ല ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു എനർജിയാണ് ഞാനിപ്പോൾ വായിച്ചത്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവാം. ഈ സ്റ്റക്നെസ് വന്നിരിക്കുന്നത് നിങ്ങളെ ഇതിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് ഒരു കോ ഡിപ്പെൻഡൻസി ഉണ്ടാവാം. ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ആരെയെങ്കിലും ഡിപ്പെൻഡായിട്ട് നിൽക്കണം, അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു കോ ഡിപ്പെൻഡൻസി വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി അറിയുന്നില്ല, നിങ്ങളുടെ വാല്യൂ അറിയുന്നില്ല. എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾക്കായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒന്നും ചെയ്യാനില്ല. എപ്പോഴും എന്ത് കാര്യം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുക, എന്ത് കാര്യങ്ങളും മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കിയിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്, നിങ്ങൾക്കുള്ള ആ ഒരു മെച്യൂരിറ്റിയാണ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലോട്ടേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ പലരും റിക്കവർ ചെയ്തതായിട്ട് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പലരും ഇപ്പോൾ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ചിലർ അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ 5 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. ചിലർ ഇപ്പോഴും റിലേഷൻഷിപ്പിൽ മിസ്സിങ് എനർജിയിലാണ് നിൽക്കുന്നത്. ബ്രേക്കപ്പായി നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇവിടെ കൂടുതൽ പേരുള്ളത്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നതിൻ്റെ മെയിൻ കാരണം നിങ്ങളിലെ കോ ഡിപ്പെൻഡൻസി യൂണിവേഴ്സിന് എടുത്തു മാറ്റണം. എന്നാൽ മാത്രമേ യൂണിവേഴ്സിന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അതായത് യൂണിവേഴ്സിന് നിങ്ങളുടെ മേലെ പ്രവർത്തിക്കാൻ പറ്റൂ. അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡെസ്റ്റിനിയിലോട്ടേക്ക് നിങ്ങൾ എത്തുന്നത്. അവിടെ ഇൻഡിവിജ്വാലിറ്റി മസ്റ്റാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം മസ്റ്റാണ്. അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും, നമുക്ക് ഫ്രീഡം ഉള്ളൂ. അതല്ല നമ്മൾ ഫിനാൻഷ്യലി എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മേ ബി ഫാദറെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ജെൻസ് ആണെങ്കിൽ മറ്റാരെയെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഒരു കോ ഡിപ്പെൻഡൻസി വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള കണക്ഷൻ വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഈ കണക്ഷൻ തിരിച്ചു പിടിക്കാനാണ് യൂണിവേഴ്സ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങളിലേക്ക് തരുന്നത്. പിന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും കുറച്ച് സില്ലി ആയിട്ട് വിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെൽഫിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇവിടെ ക്യൂനോ സോഡ്സ് പറയുന്നത് നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. അത് തീരുമാനങ്ങളിലല്ല. തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രകൃതിക്കുള്ള ഒഴുക്കിനെതിരെയായി പോകും നമ്മൾ നീന്തുന്നത്, പ്രകൃതിൻ്റെ ഒഴുക്കിനെതിരെ. അപ്പോൾ അവിടെ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട, തീരുമാനങ്ങൾ ഉണ്ടാവണം, പക്ഷെ അത് സ്ട്രഗിൾ ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കരുത്. തീരുമാനങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആ തീരുമാനം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കരുത് നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ആ തീരുമാനം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആ തീരുമാനം നമുക്ക് ഗുണമുള്ളതല്ല, നമ്മുടെ ഭാവിയിൽ നമുക്കത് വെറും വേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ തീരുമാനം നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഒരു ലക്ഷ്യം മുന്നോട്ടേക്ക് വച്ച് പോകാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ലക്ഷ്യം ഉണ്ടാവണം. പക്ഷെ എന്നാലും ലക്ഷ്യം ഉണ്ടാവുമ്പോഴും ആ ലക്ഷ്യത്തിൽ ഫോക്കസ് ആയിരിക്കണം. പക്ഷെ അതെങ്ങനെ എത്തുന്നോ, ഹൗ എന്നുള്ള ഒരു ചോദ്യം അവിടെ പാടില്ല. അതേസമയം അവിടെ ചെയ്യേണ്ടത് ഈ ഹെർമിറ്റ് എനർജിയിൽ നിൽക്കുകയാണ് വേണ്ടത്. മുന്നിൽ വഴിവിളക്കുണ്ട്, കാലെടുത്ത് വെക്കുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി. ഇപ്പോഴുള്ള ലൈവായിട്ട് ഇപ്പോഴുള്ള സിറ്റുവേഷൻ, ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക മാത്രമാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം. അതേസമയം ഇവിടെ ക്യൂനോ സോഡ്സിൻ്റെ എനർജി വന്നിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പോകേണ്ടതായില്ല, ആർക്കും നിങ്ങളുടെ മേലെ ഒരു കൺട്രോളിങ് ചെയ്യാനുള്ള ഒരവസരം കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അതൊന്നും മറ്റൊന്നിനു വേണ്ടി മാറ്റിവെക്കാൻ പാടില്ല.
എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് പിന്മാറുകയും വേണം. അത് എടുത്ത തീരുമാനം തെറ്റാകുമ്പോഴാണ് അവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്. ശരിയാണെങ്കിൽ അവിടെ സ്ട്രഗിൾ ചെയ്യില്ല. അത് നോക്കിയിട്ട് തീരുമാനത്തെ വിലയിരുത്താൻ ശ്രമിക്കണം, ശരിയോ തെറ്റോ എന്നുള്ള കാര്യം. അതുപോലെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കുറച്ച് കൂട്ടി വരാനുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി കുറച്ച് ഡാമേജാണ്. ഈ ഒരു ഫുൾ മൂണിൻ്റെ ഒരു സമയം ആയതുകൊണ്ട് കുറേ പേർക്ക് ഇമോഷണലിൽ ഭയങ്കര ഹെവിനെസ് അനുഭവപ്പെടുന്നുണ്ടാവാം. അത് ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് കാര്യമാക്കണ്ട. അതിൽ ബോധേഡാവാതെ നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഫുൾ എനർജി കാണിക്കുന്നുണ്ട്. ഫുൾ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പോലെ സ്റ്റക്കായിട്ട് നിൽക്കും. നിങ്ങൾക്ക് അവിടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. നിങ്ങൾ അതിന് വേണ്ട ആക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷേ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാത്തൊരവസ്ഥ അത് വരും. അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ഈ 0 പോയിന്റിൽ നിൽക്കണം. ഈ ഫുളിൻ്റെ നമ്പർ 0 ആണ്. അപ്പോൾ ആ 0 എന്ന് പറയുമ്പം അവിടെ ഒന്നുമില്ല, കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. പക്ഷെ അവിടെ ഒരു ലക്ഷ്യം ഉണ്ടാവും, യൂണിവേഴ്സിൽ കണക്റ്റ് ആവണം എന്നുള്ളൊരു ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലോട്ടേക്ക് കണക്റ്റ് ആകുമ്പോൾ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ വഴി നടത്തും എന്നുള്ളതാണ്. യൂണിവേഴ്സിൻ്റെ പ്ലാൻ പ്രകാരം തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് എന്ന് പറയുന്നത് സ്പിരിച്വലി അവേക്കണിങ് ആണ്. മാത്രമല്ല ഇവിടെ ഹയറോഫൻറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ജേണിയിൽ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കണം എന്നുള്ളത്, ഒരു സോഷ്യൽ സർവീസ് പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ മേലെ ഇങ്ങനെയൊക്കെ ഉള്ളത് പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല അവിടെ നിങ്ങളുടെ സോൾ പേർപ്പസും അതായിരിക്കാം. പലർക്കും അങ്ങനെ ആയിരിക്കാം. ഒരു സോഷ്യൽ സർവീസ്, ഒരു സർവീസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ജേണിയിൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിലോട്ടേക്കും കൂടിയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ സ്റ്റക്കായിട്ട് നിൽക്കും. ഏറ്റവും സോഴ്സിൻ്റെ എനർജി കാണിക്കുന്ന അതാണ്. ഫുൾ നിങ്ങൾക്ക് ചുറ്റിലും കംപ്ലീറ്റ് നെഗറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഈ 8 ഓഫ് സോഴ്സിൽ കാണാൻ പറ്റും കുറേ വാൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ കൈയും കണ്ണൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇപ്പം നിങ്ങൾ ഉണ്ടാവുക. അതായത് ചിലർക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മേ ബി ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതോ ഒരു ഏരിയ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നഷ്ടം വരുന്നത് നിങ്ങളെ മറ്റൊന്നിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ഉള്ള ഈ സൈക്കിൾ അവസാനിച്ചു, പുതിയൊരു സൈക്കിൾ വന്നു. അതുകൊണ്ടാണ് 8 ഓഫ് സോഴ്സിന് താഴെ സൺ കാർഡ് വന്നിരിക്കുന്നത്. സണ്ണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ഒരു സൈക്കിളിലേക്കാണ് ഇനി നിങ്ങൾ വരാൻ പോകുന്നത്. സണ്ണ് പോലെ ഗ്ലോ ചെയ്യുന്ന ഒരു സമയത്തോട്ടേക്ക്. ഈ സമയത്ത് ഒരു ഇൻ്റർവൽ ടൈമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് നിങ്ങൾ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കണ്ണും കൈയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ഒരു ക്ലാരിറ്റിയും ഇല്ല. ഒന്നിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നില്ല. ആ സമയത്ത് നിങ്ങൾ ജസ്റ്റിസ് ആഗ്രഹിക്കും. അതാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത്. 8 ഓഫ് സോഴ്സിന് ശേഷമാണ് ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് തന്നെ നിങ്ങൾ ഈ സമയത്ത് ജസ്റ്റിസ് ആഗ്രഹിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമയത്ത് ഫുൾ ബ്ലാങ്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഈ സമയത്ത് ഒരു സൈലൻസ് ഉണ്ടാവും. ഈ സൈലൻസിനാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ക്ലിയർ ആവുന്നതും പുതിയ കാര്യത്തിലോട്ടേക്ക് കണക്റ്റ് ആവുന്നതും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് കാണിക്കുന്നില്ല. അത് ഈ സമയത്ത് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അൺകണ്ടീഷണൽ ലവ് എന്താണെന്നും ഈ ജേണിയിലൂടെ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ നിരുപാധികമായിട്ട് നമ്മൾ സ്നേഹം കൊടുക്കണം. നമ്മൾ ആ സ്നേഹത്തിന് തുല്യമായിട്ടുള്ള ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. അതും നിങ്ങൾ ഈ ഒരു ജേണിയിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ജേണിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങളെ യൂണിവേഴ്സ് വഴി നടത്തിക്കും. ആ ഒരു കാര്യത്തെ നിങ്ങൾ ബോധേഡാവണ്ട. നിങ്ങൾ ഇപ്പോൾ ഉള്ള മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. യൂണിവേഴ്സിൽ നിങ്ങളുടെ മേലെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്ന് പറയുന്നത് മെയിനായിട്ട് സ്പിരിച്വൽ അവേക്കണിങ്ങും ആ ഒരു ജേണിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അവർക്ക് ലൈഫിൽ ആപ്ലിക്കബിൾ ആകുന്ന രീതിയിൽ അങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളതും കൂടിയാണ് യൂണിവേഴ്സിൽ നിങ്ങളുടെ മേലെ വരുന്ന പ്ലാൻ. ഇവിടെ ഒരുപാട് മെസ്സേജസ് വന്നിരിക്കുന്നുണ്ട്. സമയപരിധി കൊണ്ട് ഞാൻ അധികം റീഡ് ചെയ്യുന്നില്ല. അത്രയും മെസ്സേജസ് ഈ കാർഡിലുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിങ്. കംപ്ലീറ്റ് ഞാനിവിടെ റീഡ് ചെയ്തിട്ടില്ല. കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് സമയം അതിന് അനുകൂലമല്ല. അതുകൊണ്ടാണ് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യാത്തത്. എന്നാലും ഇവിടെ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.